അപ്പോൾ നമ്പർ 1 കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു 1 കൂടി വരുന്നുണ്ട്. ജൂൺ 1 അത് ഇനി മുതൽ മോട്ടോർ വാഹന ദിനമാണ്. മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായ ഒരു പതാകയും വരുന്നുണ്ട്. 2 പതാകകൾ ഗതാഗത വകുപ്പിന് സമർപ്പിച്ചു. പതാക മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജൂൺ 1 പുറത്തുവിടും. MVD ആഘോഷങ്ങൾക്ക് പതാക ഉയർത്താം. വകുപ്പിന്റെ വാഹനങ്ങളിൽ പതാക ഉപയോഗിക്കാൻ പാടില്ല. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ആഷിൻ ഡിയേഗോ. മോട്ടോർ വാഹനങ്ങൾക്കും അങ്ങനെ ഒരു ദിവസം വരികയാണ്. സ്വന്തമായിട്ടൊരു ദിവസം, പിന്നെ സ്വന്തമായിട്ടൊരു പതാക, ആകെ മൊത്തം മാറ്റമാണല്ലോ ആഷിൻ. സുജ, തീർച്ചയായും എല്ലാവർക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റ് വകുപ്പുകൾക്കെല്ലാം ഒരു ദിവസമുണ്ട്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന് മാത്രം ഒരു ദിവസമില്ല എന്നുള്ളതാണ്. പോലീസിന് പോലും കേരള പിറവി ദിവസമായ നവംബർ 1 പോലീസ് അവരുടെ ഒരു ദിവസം ആഘോഷിക്കുന്നത്. 1986 മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 1 മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 1 ഇനി മുതൽ മോട്ടോർ വാഹന ദിനമായി ആഘോഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ജൂൺ 1 ഒരു പ്രത്യേക പതാക കൂടി, ഈ വകുപ്പിന് മാത്രമായി ഒരു പതാക കൂടി പുറത്തിറക്കും എന്നുള്ളതാണ്. പ്രത്യേക സംഘം രൂപീകരിച്ച 2 പതാകകളുടെ ഡിസൈൻ അത് ഇപ്പോൾ ഗതാഗത വകുപ്പിന് അയച്ചിട്ടുണ്ട്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജൂൺ 1 ഇതുമായി ബന്ധപ്പെട്ട ഒരു പതാക തിരഞ്ഞെടുക്കും, അത് പുറത്തുവിടുകയും ചെയ്യും. അതോടുകൂടി തന്നെ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിനും കൂടി ഒരു ദിവസം എത്തുന്നു എന്നുള്ളതാണ്. ജൂൺ 1 മോട്ടോർ വാഹന വകുപ്പ് ആഘോഷങ്ങൾ നടത്തുക, മോട്ടോർ വാഹന വകുപ്പ് ദിനമായി ആചരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുറത്തിറക്കുന്ന പതാകകൾ അത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പകരം ഓഫീസുകളിൽ വെക്കാം. അതുപോലെ തന്നെ ഈ ജൂൺ 1 വരുന്ന ആഘോഷ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ, ചടങ്ങുകൾക്കിടയിലെല്ലാം ഈ പതാക ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൽ വലിയ മാറ്റങ്ങളാണ് ജൂൺ 1 ശേഷം കാത്തിരിക്കുന്നത് എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അത് എന്തൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനും സാധിക്കും. സുജയ. ഓക്കെ, ആഷിൻ ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ദിവസമായി മാറുകയാണ് ജൂൺ 1 എന്ന് പറയുന്നത്. നമുക്ക്